ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എന്നുകൂടി ഒരർത്ഥമുണ്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അത് ഫോണിലൂടെ ആവാം, നേരിട്ടും ആവാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹായത്തിനാവാം, എന്ത് തന്നെയും ആവട്ടെ. അങ്ങനെ ഒരാൾ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? അതിന് കൃത്യമായി വളരെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുക എന്നുള്ളത്, അതിനൊരു മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ഒരുപക്ഷെ നമ്മുടെ വ്യക്തിത്വത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങളിൽ ഒന്നാണത്. എന്നാൽ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ വലിയ അലംഭാവം കാണിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയവും സൗകര്യവും നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരാണ്. അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെ ഒരു കാര്യം ചോദിച്ചതായിട്ട് നമ്മുടെ ഓർമ്മകളിൽ പോലും ഉണ്ടാവില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു മേഖലയാണ് ഈ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ഹോസ്പിറ്റലുകളുമൊക്കെ. അവിടെയൊക്കെ പോയി കഴിഞ്ഞ ആളുകൾക്കറിയാം, ഒരു കാര്യം നടത്താൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് വട്ടം കയറി ഇറങ്ങിയിട്ടുണ്ടാവും ആ സ്ഥാപനത്തിൽ. ഒരു കാര്യവും കൃത്യമായിട്ട് പറഞ്ഞു തരാത്ത ഒരു സാഹചര്യം. കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനസികാവസ്ഥകൾക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ പുതിയ കാലത്ത് സർക്കാർ സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകളൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇന്നും പൂർണ്ണമായിട്ട് വളരെ ബെറ്ററാണെന്ന് പറയാനായിട്ടുമില്ല. ഏതായാലും ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇത് പബ്ലിക് സെക്ടറിൽ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടറിലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം കാണാൻ വേണ്ടി സ്നേഹത്തോടെ നമ്മളെ സമീപിക്കുകയും കാര്യം കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ ഫോൺ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയും പൊതുവെ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്വഭാവ രീതി സത്യത്തിൽ അത്ര സുഖമുള്ള കാര്യമല്ല. ഒരുപാട് പ്രതീക്ഷയോടെയല്ലേ നമ്മളൊരു കാര്യം ഒരാളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള മറുപടി അല്ല നമുക്ക് ലഭിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മറുപടി കിട്ടാതെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇന്നലെ നടന്നിട്ടുള്ള ഒരു ചെറിയ അനുഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കടയിൽ പോയി. ഒരു അർജന്റായിട്ടൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. വർക്കിൻ്റെ നല്ല തിരക്കിനിടയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു പ്രായമുള്ള സ്ത്രീയും ഒരു മകളും ഉണ്ട്. പേരക്കുട്ടിയാണ്. പ്രായമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60-65 വയസ്സ് പ്രായം കാണും. നമ്മുടെ അമ്മയോടുമൊക്കെ പ്രായമുള്ള ഒരാൾ. അപ്പോൾ അവരുടെ മുഖത്ത് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ ടൗണിൽ പോയപ്പോൾ കുറച്ച് മരുന്ന് വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നാണ്. ഒരുപാട് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ്, അതുപോലെ തന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മരുന്നുകൾ വാങ്ങിച്ചപ്പോൾ മരുന്ന് പേരും കമ്പനിയും ഒക്കെ മാറ്റമാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ നോക്കിയത്. അപ്പോഴാണ് ഈ പേരും കമ്പനിയുടെ പേരും മരുന്നിൻ്റെ പേരും ഒക്കെ മാറിക്കിടക്കുന്ന കാണുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ മറ്റേതിനും പകരമായി തന്നതായിരിക്കാം. ആ കമ്പനിയുടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന കമ്പനിയുടെ മരുന്ന് ഇല്ലാതുകൊണ്ട് തന്നതായിരിക്കാം. പക്ഷെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല. ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ അവരെ വിളിച്ചിരുന്നു. അപ്പോൾ തിരക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫോണിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഫോണിൽ ഇടാൻ പറഞ്ഞിട്ട് ഫോണിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ റിപ്ലൈ ഒന്നും ചെയ്തില്ല. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. അപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് വിളിച്ചു. അപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ 3 വട്ടം വിളിച്ചപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ രാവിലെ 9 മണിക്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തതാണ്. സമയം 2:40 ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് പോയതാണ് കടയിൽ. അപ്പോൾ അത്ര സമയമായിട്ടും ഒന്നും അവർ റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവരുടെ ഫോൺ വാങ്ങിച്ചു. നിങ്ങൾ ഡീറ്റെയിൽ എങ്ങനെയാണ് അയച്ചു കൊടുത്തത് നോക്കാൻ വേണ്ടിയിട്ട്. നോക്കിയപ്പോൾ രസകരമായിട്ടുള്ളൊരു കാര്യം, അവർ ഈ മെസ്സേജ് നോക്കിയിട്ട് പോലുമില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് നമ്പർ വാങ്ങിച്ച് എൻ്റെ ഫോണിൽ ഞാൻ അവരെ വിളിച്ചിട്ട് നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അവരോട് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ മെല്ലെ കാര്യങ്ങൾ ഓരോന്നായിട്ട് തത്ത പറയുന്ന പോലെ അവർ പറയാൻ തുടങ്ങി. ഞാൻ അവർക്ക് ഫോൺ കൊടുത്തു. കാരണം അവർക്കാണല്ലോ കാര്യങ്ങൾ അറിയേണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെങ്ങനെയാണ്, ഏതൊക്കെ ടാബ്ലറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ഞാൻ ഫോണ്
എല്ലാം കഴിഞ്ഞപ്പോൾ ഫോൺ ഞാൻ വാങ്ങിച്ചു, കട്ട് ചെയ്തില്ല. എന്നിട്ട് ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഇത്ര മാത്രമാണ്: നിങ്ങളുടെ വീട്ടിലെ അമ്മയോ അച്ഛനോ കൂടപ്പിറപ്പുകളോ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണോ ബിഹേവ് ചെയ്യുക, പെരുമാറുക? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. 10 മണിക്കും 11 മണിക്കൊക്കെ ചായ ഉണ്ടാവും ചിലപ്പോൾ, അത് കഴിക്കാനും നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, അതിനും നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പോൾ സമയം 2:40 അപ്പോൾ തീർച്ചയായിട്ടും കഴിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ നിങ്ങൾക്ക് നേരമുണ്ട്. ഇതിനിടയിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നൊരു സാധനം വാങ്ങിച്ച ഒരാൾ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരു ഇത്തിരി സമയം മാറ്റി വെച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മര്യാദയാണ് അവനവൻ്റെ വ്യക്തിത്വത്തോട് ഉള്ളത് ഞാൻ ചോദിച്ചു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നിങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുക? നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ, ഒരു സംശയമുണ്ട്, അത് ക്ലിയർ ചെയ്യണം. നിങ്ങൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരിടത്തേക്ക് നിങ്ങൾ വിളിച്ചു. ആ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുക? എത്രയും പെട്ടെന്ന് അതിൻ്റെ റിപ്ലൈ കിട്ടണമെന്നല്ലേ? ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ ന്യായീകരിക്കാൻ പറ്റുക? അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇതിനൊന്നും അവർക്ക് മറുപടിയില്ല, നിശബ്ദമായിരുന്നു. ലാസ്റ്റ് അവർ സോറി പറഞ്ഞു. സോറി പറഞ്ഞപ്പോഴും എനിക്ക് അവരോടൊരു മറുപടി ഉണ്ടായിരുന്നു. അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്കാണ് നമ്മൾ സോറി എന്ന വാക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുക. അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നമുക്ക് പറ്റുന്ന തെറ്റുകൾക്ക് സോറി എന്ന വാക്കിന് വലിയ പ്രസക്തിയൊന്നും ലൈഫിലില്ല. കാരണം ഇവര് ആദ്യമായിട്ട് ഒരു വട്ടമൊക്കെ വിളിച്ച് മറന്നുപോയതാണൊക്കെ, തിരക്കിനിടയിൽ മറന്നുപോയതാണ് എന്നൊക്കെ പറയാം. ഇത് 3 വട്ടം വിളിച്ചിട്ടും അവർക്ക് മറന്നുപോയി, സമയമില്ല എന്ന് പറയുന്നത് അത് ഒരു മര്യാദയില്ലാത്ത ഒരു രീതിയല്ലേ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഈ ഒരു വിഷയം ഓർമ്മപ്പെടുത്തിയത്, ഇതുപോലെ 100 കണക്കിന് വിഷയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ അങ്ങോട്ട് പോയിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, പല സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്, പല ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് പല ആളുകളെയും നമ്മൾ സമീപിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് റീപ്ലൈ കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളോട് ഒരു കാര്യം ചോദിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് അറിയില്ല എന്ന് പറയാനുള്ള മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണം. അവർ മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തോട്ടെ. ഇപ്പോൾ ഒരു സുഹൃത്ത് നിങ്ങളോട് കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് സഹായം ചോദിക്കുകയാണ്. കുറച്ച് പൈസ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്, നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. ഇനി ഉണ്ടെങ്കിലും അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആളല്ല, നമുക്ക് പ്രോപ്പറായിട്ട് തിരിച്ചു തരുന്ന ആളല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. പക്ഷേ റിപ്ലൈ ചെയ്യുക എന്നുള്ളത്, ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് റിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും നല്ല മര്യാദയാണ്. അത് നമ്മൾ കാണിക്കണം. അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം മികച്ചതാണ് എന്ന് പറയുന്നത്. നല്ല പെരുമാറ്റമാണ് നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത്. പെരുമാറാൻ നമുക്ക് കഴിയണം. എല്ലാ സഹായങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണമെന്നില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തോട് നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. എല്ലാ ആളുകൾക്കും ചില മേഖലകളുമായിട്ട് കൂടുതൽ അറിവുണ്ടാവും. ഇപ്പൊ ജോലി ഉള്ളവരാണെങ്കിലും ജോലി ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ തന്നെ എല്ലാ മനുഷ്യനും, എല്ലാ വ്യക്തിക്കും ചില കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കും, അറിവ് നേടിയിട്ടുണ്ടാവും. ജീവിതാനുഭവങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അവൻ പഠിച്ച മേഖലകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ എത്തിപ്പെട്ട മേഖലകൾ കൊണ്ടാവാം. അങ്ങനെ ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട്, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള ചില കഴിവുകൾ, അറിവുകൾ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഓരോ മനുഷ്യനും നമ്മളോട് ചില സംശയങ്ങളും ചില കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടാവുക. അതിന് കൃത്യമായി മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, വിവേകമുള്ള ഒരു ജീവി എന്ന നിലയിൽ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എന്നുകൂടി ഒരർത്ഥമുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മകളിലും മനസ്സിലും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.